നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധന ഹർജി നൽകും. ഈ ആഴ്ച തന്നെ ഹർജി നൽകാനുള്ള നടപടികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി അനൂപ് ദാസ് ചേർന്നുണ്ട്. അനൂപ്, ഇപ്പോഴിതായി സമയപരിധി നിശ്ചയിച്ചതിൽ സുപ്രീം കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാർ പുനഃപരിശോധന ഹർജി നൽകുകയാണ്. എപ്പോഴാണ് ഈ ഹർജി നൽകുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട നിയമകാര്യങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്യുകയാണ് ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ ചെയ്യുന്നത്. അടുത്ത ആഴ്ച തന്നെ ഇത് സംബന്ധിച്ച ഒരു ഹർജി സുപ്രീം കോടതിയിൽ ഈ വിധി പുറപ്പെടുവിച്ച അതേ ബെഞ്ചിന് മുൻപാകെ നൽകാനാണ് ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ലാത്ത പല ബില്ലുകളും ഗവർണർമാർ പിടിച്ചുവെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കുകയാണ് ചെയ്യാറ്. ഗവർണർമാർ പിടിച്ചുവെക്കുന്നതിന് പുറമെ രാഷ്ട്രപതിക്ക് അയച്ചാൽ ഒരു കാലാവധിയും ഇല്ലാതെ വളരെ കാലം അത് രാഷ്ട്രപതിമാരുടെ കൈവശം ഇരിക്കുന്നത് പതിവായിരുന്നു. ഇത്തരം ഘട്ടത്തിലാണ് സുപ്രധാനമായ വിധി വന്നത്. വിധി ചില സംസ്ഥാനങ്ങളിൽ കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാവും എന്നതുകൊണ്ടാണ് ഇപ്പോൾ പുനഃപരിശോധന ഹർജിക്ക് വേണ്ടി ശ്രമം നടക്കുന്നത്. ശരി അനൂപ്.